ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, സാധാരണ വിശ്വാസ സമൂഹത്തിലുള്ളായിരിക്കുന്ന എല്ലാവരും പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്ത പ്രകാരമാണ് വിശ്വാസികളായിരിക്കുന്ന നമ്മളുടെ ഈ കാലത്തെ രക്ഷ. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായത് പണ്ടേ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാണ്. അതായത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എല്ലാവർക്കും അറിയാമല്ലോ, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തമാണ് അബ്രഹാമിന് കൊടുത്തത്. അപ്പോൾ സന്തതി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാം, അത് ക്രിസ്തു ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ട നാം അന്നേ അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തത്താലാണ് നമുക്കിന്ന് രക്ഷ വന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു റൈറ്റ് ഡിവിഷൻ ശരിയാവണ്ണം പഠിച്ചവരുടെ ഇടയിൽ പോലും ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയാണ്. അതെന്താണ് ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധാരണ ഉള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമല്ല ഇന്നത്തെ ക്രിസ്തീയ സഭ, അതായത് വിശ്വാസ സമൂഹമായിരിക്കുന്ന നാം ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നത്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നമ്മെ സംബന്ധിച്ചുള്ളതും അല്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളായിരിക്കുന്ന വാഗ്ദത്തം അപ്പോൾ പിന്നെ എന്താണ്? നമ്മൾ സകല ജാതികളിൽപ്പെട്ടവരല്ലേ? ഈ നമ്മുടെ രക്ഷയെക്കുറിച്ചല്ലേ അന്ന് അബ്രഹാമിനോട് പറഞ്ഞത് എന്ന ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും. അതായത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമുള്ളതായിരിക്കുന്ന ഒരു കൂട്ടമേ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഈ സഭ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നതായിരിക്കുന്ന ഒരു മഹാരഹസ്യമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൗലോസിന് ഈ രഹസ്യം വെളിപ്പെടുത്തുന്നതിന് മുമ്പേ ഈ ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ച്, അതായത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് പൗലോസിനെ വിളിച്ച് സുവിശേഷം ഏൽപ്പിച്ചപ്പോൾ മുതലായിരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് അതിനു മുമ്പുള്ളതായിരിക്കുന്ന ആർക്കും തന്നെ ഒരിക്കലും മനസ്സിലായിട്ടില്ല. ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ടില്ല. പഴയ നിയമ തിരുവെഴുത്തുകളിൽ എങ്ങും ഇന്നത്തെ സഭയെക്കുറിച്ച്, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാരെങ്ങും എവിടെയും എഴുതിയിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഞാനിവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ ചില ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ സഭ എന്നുള്ളതായിരിക്കുന്ന വിഷയം നിങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് പറഞ്ഞ സഭ നമ്മളല്ല, നമ്മളെക്കുറിച്ചുമല്ല, ഈ ശരീരമാകുന്ന സഭയെക്കുറിച്ചല്ല അത് പറഞ്ഞതെന്ന് ഞാൻ അതിനകത്ത് വിശദമായിട്ട് പറയുകയുണ്ടായി. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തും ഈ സഭയെക്കുറിച്ച്, ഇന്നത്തെ ഈ വിശ്വാസ സമൂഹത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. 12 അപ്പോസ്തലന്മാർക്ക് ഇന്നത്തെ ഈ സഭയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പം ഈ കാലഘട്ടത്തിലെ വിശ്വാസ സമൂഹം എന്ന് പറഞ്ഞാൽ അത് പൗലോസിനാണ് ആദ്യമായി വെളിപ്പെട്ടത്. അതിനുശേഷം പൗലോസിലൂടെ പൗലോസിൻ്റെ കൂടെ ഉള്ളായിരിക്കുന്ന സഹപ്രവർത്തകർക്കും വിശ്വാസികൾക്കുമാണ് ഈ കാര്യം വെളിപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വിശ്വാസ സമൂഹത്തെക്കുറിച്ചാണ് പണ്ട് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാകുമ്പം പൗലോസിനോട് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യം കള്ളത്തരമാകും. എന്താണെന്നറിയാമോ? മർമ്മമാണെന്ന് പറഞ്ഞ കാര്യം കള്ളത്തരമാകും. അപ്പോൾ പൗലോസ് അത് വ്യക്തമായി പറയുന്നത്, ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നായിരിക്കുന്ന മർമ്മമാണ്. അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന ഒരു മർമ്മമാണ്. ആ മാർമിക പദ്ധതിയാണ് ഇന്നത്തെ സഭ എന്ന് പറയുന്നത്. അപ്പോൾ നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന അബ്രഹാമ്യ വാഗ്ദത്തം അങ്ങനെയാണെങ്കിൽ ഏത് കാലത്ത് എപ്പോൾ നിറവേറും, അഥവാ അല്ലെങ്കിൽ അത് നിറവേറിയോ? ഈ ഒരു ചോദ്യം നമുക്ക് സാധാരണഗതിയിൽ വരണം. സകല ജാതികളും നീതീകരിക്കപ്പെടണമല്ലോ. അപ്പോൾ അത് നിറവേറിയോ? അത് ഈ കാലത്തെ നിറവേറലല്ല എങ്കിൽ, ഈ കാലത്തെ സഭയിലൂടെ അല്ല അത് നിറവേറുന്നെങ്കിൽ ഇനി എപ്പോഴാണത് സംഭവിക്കുക എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ അടുത്ത ആഴ്ചകളിൽ ക്ലാസ് എടുക്കാം. എന്നാൽ ഞാൻ സൂചന തന്നു പോവാം. അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തം യഹൂദനോട് ദൈവം ഇനി ഇടപെടും. ഈ സഭ പിരീഡ് കഴിയുമ്പോൾ, ഈ കാലയളവ് കഴിയുമ്പോൾ, ഈ സഭയെ വാനലോകങ്ങളിലേക്ക് കർത്താവ് സ്വീകരിച്ച് കഴിയുമ്പോൾ
വീണ്ടും യഹൂദനോട് ദൈവം ഇടപെടുകയും യഹൂദൻ എന്ന പ്രോഗ്രാം വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യും. പുനരാരംഭിക്കുമ്പോൾ സംഭവിക്കുന്നതായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അന്ന് ആ മഹാപീഡന കാലഘട്ടം 7 വർഷത്തെ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവായി യേശുക്രിസ്തു രാജാതി രാജാവായി അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. ഒലിവുമല പ്രത്യക്ഷത, ഇപ്പോൾ അച്ചായൻ ചോദിച്ചതുപോലെ മഹത്വ പ്രത്യക്ഷത, അല്ലെങ്കിൽ മേഘത്തെ വാഹനമാക്കി വരുന്ന ആ പ്രത്യക്ഷത, മേഘാരൂഢനായി വരുന്ന പ്രത്യക്ഷത, അത് ഒലിവുമലയിൽ സംഭവിക്കും. അത് ഒലിവുമലയിൽ സംഭവിക്കുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ കർത്താവ് പിന്നെ തൻ്റെ ജനമായ യഹൂദനെ കൊണ്ട് ഈ ഭൂമിയെ 1000 ആണ്ട് കർത്താവ് രാജാതിരാജാവായി ഈ ഭൂമിയെ 1000 ആണ്ട് ഭരിക്കുന്നതായിരിക്കുന്ന കാലഘട്ടം വരും. കാലഘട്ടം വരുമ്പോൾ അനേക ജാതികളും ഇസ്രായേലിൻ്റെ ദൈവത്തെ അന്വേഷിച്ച് ഒഴുകി വരും. അങ്ങനെ അനേക ജാതികളും വരും, അനേക സമൂഹങ്ങളും വരും. ഒരുപാട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ജാതികൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പാദപീഠം അന്വേഷിച്ച് യെരുശലേമിലേക്ക് വരികയും അനേകർ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിശ്വസിക്കുകയും യഹൂദ മതാനുസാരികളായി രക്ഷപ്രാപിക്കുകയും ചെയ്യും. അന്ന് അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന ഈ വാഗ്ദത്തം നിറവേറും. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കുകയും നിൻ്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം അന്ന് നിറവേറും. അത് അന്നത്തേക്ക് നിറവേറാനുള്ളതാണ്. ആ വാഗ്ദത്തം ഇന്ന് നിറവേറിയിട്ടില്ല, ഇന്ന് നിറവേറുകയുമില്ല. ഇത് ദൈവത്തിൻ്റെ രഹസ്യ പദ്ധതിയാണ്. ആർക്കും അറിയാത്ത ഒരു ദൈവിക പ്ലാനാണ്, പൗലോസിലൂടെ തുറന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ആ അബ്രഹാമ്യ വാഗ്ദത്തങ്ങളും ഉടമ്പടികളും ആ കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ മുഖവരയായിട്ട് പറഞ്ഞതാണ്. അബ്രഹാമ്യ വാഗ്ദത്തങ്ങളും ഇക്കാലത്തെ വിശ്വാസ സമൂഹവും എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ക്ലാസ്. ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 3:6. എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിൻ്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. നോക്കിക്കേ, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിൻ്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ എന്നാണ് നമ്മൾ വായിക്കുന്നത്, ഗലാത്യയിൽ വായിക്കുന്നത്. അപ്പം വാഗ്ദത്തം ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ അബ്രഹാമിനും അബ്രഹാമിൻ്റെ സന്തതിക്കുമാണ് വാഗ്ദത്തം കൊടുത്തത്. യഥാർത്ഥത്തിൽ ആ സന്തതി ആരാണ്? ക്രിസ്തുവാണ്. യഥാർത്ഥത്തിൽ ആ സന്തതി ക്രിസ്തുവാണ്. അപ്പോൾ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ കൊടുത്തു. വാഗ്ദത്തമല്ല, ഒരു വാഗ്ദത്തമല്ല, വാഗ്ദത്തങ്ങളാണ്. അനവധി വാഗ്ദത്തങ്ങളാണ് കൊടുത്തത്. ആ വാഗ്ദത്തങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അബ്രഹാമിയ പുത്രനാണ്. അബ്രഹാമിൻ്റെ പുത്രനായി ജനിപ്പാനിരിക്കുന്ന ക്രിസ്തുവിനും യഹൂദന്മാരുടെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിനുമാണ് ഈ വാഗ്ദത്തങ്ങൾ കൊടുത്തത് എന്ന് കാണുവാനായിട്ട് പറ്റും. ഈ സന്തതി ക്രിസ്തുവാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് വാഗ്ദത്തങ്ങൾ? വാഗ്ദത്തങ്ങൾ ലഭിച്ച സന്തതിയുടെ സമൂഹം ഏതാണ്? ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് ടഫാണ് ഇത് മനസ്സിലാക്കാൻ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാകുകയുള്ളൂ. ദൈവം അബ്രഹാം മുഖാന്തരം വാഗ്ദത്തം കൊടുത്തത് അബ്രഹാമിന് മാത്രമായിട്ടല്ല, അബ്രഹാമിനും അബ്രഹാമിൻ്റെ സന്തതിക്കും കൂടെയാണ്. സന്തതിക്കും. ആ സന്തതി എന്ന് പറയുന്നത് ഇസഹാക്കിനല്ല വാഗ്ദത്തം കൊടുത്തത്. ആ സന്തതി ആരാണെന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ വ്യക്തമായിട്ട് വായിച്ചു. സന്തതി ക്രിസ്തുവാണ്. അപ്പം മനുഷ്യനായി ജനിപ്പാനിരിക്കുന്ന ക്രിസ്തുവിനും, അതായത് അബ്രഹാമ്യ പുത്രനായി ജനിക്കാനിരിക്കുന്ന ക്രിസ്തുവിനും, ആ ക്രിസ്തുവിൻ്റെ മനുഷ്യനായി തീർന്ന ക്രിസ്തുവിൻ്റെ ജഡീക വിധത്തിൽ ചിന്തിച്ചാലുള്ളായിരിക്കുന്ന അപ്പനായിരിക്കുന്ന പിതാവിനുമാണ്. അബ്രഹാമിനും അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ക്രിസ്തുവിനുമാണ് വാഗ്ദത്തങ്ങൾ കൊടുത്തത്. ആ അബ്രഹാമ്യ സന്തതികളെല്ലാം അതിനുശേഷം, അതായത് ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. അബ്രഹാമിൻ്റെ മൂത്ത പുത്രനായിട്ട് ക്രിസ്തുവിനെ കാണുക. നമ്മളിപ്പോൾ ഈ ഭാഗം പഠിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അബ്രഹാമിൻ്റെ ജഡത്തിലുള്ളായിരിക്കുന്ന മൂത്ത പുത്രനായിട്ട് ക്രിസ്തുവിനെ കാണുക. അങ്ങനെ കാണാമോ എന്ന് ചോദിച്ചാൽ കാണാം. എബ്രായ ലേഖനത്തിൽ നിന്ന് അത് ഞാൻ തെളിയിച്ചു തരാം. അപ്പോൾ അബ്രഹാമിൻ്റെ മൂത്ത പുത്രനായിട്ട് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്ന ക്രിസ്തുവിനുമാണ് വാഗ്ദത്തങ്ങൾ കൊടുത്തത്.
അതിനുശേഷമുള്ളായിരിക്കുന്ന അബ്രഹാമ്യ പുത്രന്മാർക്കാണ് ഈ വാഗ്ദത്തങ്ങളുടെ അവകാശം പിന്തുടർച്ചയായി വരുന്നത്. ഈ കാര്യം നമ്മുടെ മനസ്സിൽ കൊള്ളിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്തൊക്കെ വാഗ്ദത്തങ്ങളാണ് കൊടുത്തത് എന്ന് നമുക്ക് ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, 7-ാം വാക്യം, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അതെന്താ, കർത്താവിന് തെറ്റിപ്പോയതാണോ പറഞ്ഞത്? അല്ലല്ലോ. ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ തെറ്റിയൊന്നും പറയില്ലല്ലോ. ഞാൻ നിൻ്റെ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് പറഞ്ഞു. സന്തതി ആരാണെന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ക്രിസ്തു. നിൻ്റെ സന്തതി, അതെന്താ അങ്ങനെ പറഞ്ഞേ? ക്രിസ്തു മനുഷ്യപുത്രനായി ജനിച്ചു കഴിഞ്ഞാലുള്ളതായിരിക്കുന്ന ആ അവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അബ്രഹാമ്യ പാരമ്പര്യത്തിലാണ്. അതായത് മനുഷ്യനായി ജനിച്ച ക്രിസ്തുവിന് ദൈവത്തിൻ്റെ വാഗ്ദത്തം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അബ്രഹാമിൻ്റെ പുത്രനായി ജനിച്ച മൂത്ത പുത്രൻ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു രീതിയിലാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പം നിൻ്റെ സന്തതിക്ക്, നിൻ്റെ സന്തതികൾക്കെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇസഹാക്കും അത് കഴിഞ്ഞാൽ യാക്കോബും പിന്നെ 12 ഗോത്രപിതാക്കന്മാരും പിന്നെ അങ്ങനെ 1000, 10,000 കണക്കിന് യഹൂദന്മാർക്കെന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. എന്നാൽ എവിടെയും വാഗ്ദത്തം കൊടുത്ത് എവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, നിൻ്റെ സന്തതികൾക്കും ഞാൻ ഈ ദേശം ശാശ്വത അവകാശമായി തരുമെന്ന് പറഞ്ഞിട്ടില്ല. നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും, നിനക്കും നിൻ്റെ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായ നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. വേറൊരു വാക്യം വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി തന്നെ 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി. അപ്പോൾ ഇത് വായിക്കുമ്പോൾ സാധാരണക്കാരും ചിന്തിക്കുന്നില്ല. എന്താണെന്നറിയാമോ? ഇതെന്താ ഇവിടെയൊക്കെ ഈ സന്തതി എന്ന ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നത്, ബഹുവചനം ഉപയോഗിക്കാതെ ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. കാരണം അബ്രഹാമിൻ്റെ സന്തതി ഒരുത്തനെക്കുറിച്ച് മാത്രം പറയാൻ പറ്റില്ലല്ലോ. ഇസഹാക്ക് ശരി, സാറായിൽ നിന്ന് ജനിച്ച ഏകപുത്രനാണ്, അത് നമുക്കറിയാം. വാഗ്ദത്തത്താൽ ജനിച്ച ഇസഹാക്കാണെന്നറിയാം. പക്ഷേ ഇവിടെ ഒന്നും പറയുന്നത് ഇസഹാക്കിനെ കുറിച്ചല്ല എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു. ഗലാത്യ ലേഖനം 3:16 വ്യക്തമായിട്ട് പറയുന്നു അത് ക്രിസ്തു ആണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പിന്നെയും പറയാണ്, നിൻ്റെ എന്താണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് 13:15 നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. അപ്പോൾ ഈ വാഗ്ദത്തം, അബ്രഹാമിൻ്റെ വാഗ്ദത്തം ക്രിസ്തു യേശുവിൽ നമുക്ക് വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ? ആണ്. എന്നാൽ അബ്രഹാമിൻ്റെ വാഗ്ദത്തം ഏതാണ് ക്രിസ്തു യേശുവിൽ നമുക്ക് വന്നത്? ഇതൊന്നും അല്ലല്ലോ. ഇതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? അബ്രഹാം പാർത്ത സ്ഥലം കിട്ടണം. അപ്പോൾ ഇത് നമ്മളോട് പറഞ്ഞതല്ലത്. ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം ക്രിസ്തുവിനെയാണ് അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് പറയുന്നത്. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ഈ ദേശം ശാശ്വത അവകാശമായി തരും എന്ന് പറഞ്ഞ് ക്രിസ്തുവിന് കൊടുക്കുമെന്നാണ്. അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾ എന്ന അനേകരെക്കുറിച്ചല്ല, സന്തതി എന്ന ഏകനെക്കുറിച്ചത്രേ. അത് ക്രിസ്തു തന്നെ. ആ ക്രിസ്തുവിന് ഭൂമി അവകാശമായി കൊടുക്കുന്നതാണ്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളിതൊക്കെ ഈ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കുന്നു വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് എന്ന് പറഞ്ഞ് അങ്ങ് തള്ളി വിടുക, ഒക്കെ ഇസ്രായേലിന് ജനത്തിന് കിട്ടുന്നതെന്ന്. ഈ വാഗ്ദത്വം നമുക്കുള്ളതല്ല. അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക്, ക്രിസ്തു മുഖാന്തരം യഹൂദന്മാർക്ക് കൊടുത്തു എന്നാണ്. അബ്രഹാമിൻ്റെ യഥാർത്ഥ സന്തതി എന്ന് പറയുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലൂടെ യഹൂദ സന്താനങ്ങൾക്ക്, യഹൂദ വംശത്തിന് മുഴുവൻ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ കൊടുത്തു എന്നാണ്. അപ്പോൾ ഇവിടെയും പറയുന്നത് വാഗ്ദത്തം നമുക്കുള്ളതല്ല എന്ന് നമുക്കറിയാം. വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വാഗ്ദത്തം ആർക്ക് കൊടുത്തതാണെന്നുമാണ് ഞാൻ ഒന്നാമതായിട്ട് പറയുന്നത്. അടുത്തൊരു വാക്യം വായിക്കാം. 13:16. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെയും എണ്ണും. ഇവിടെ എങ്ങും ഈ ബഹുവചനം പറയുന്നില്ല. അതൊരു അത്ഭുതമല്ലേ? ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. പൊടി പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ബഹുവചനമാണ്. എന്നാൽ നിൻ്റെ സന്തതിയെ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നറിയാവോ?
ക്രിസ്തുവിനെ കൂടാതെ യഹൂദനില്ല. ഇത് മനസ്സിലാക്കണം. ഇസ്രായേലിനില്ല, യഹൂദൻ എന്ന് പറയുന്ന ഒരു ജാതി ക്രിസ്തുവിനെ കൂടാതെ ഇല്ലേ ഇല്ല. ക്രിസ്തുവിലാണ് യഹൂദനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെയല്ല ഈ സന്തതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ജനത്തെ അങ്ങനെ പെരുപ്പിക്കും. ഈ വാഗ്ദത്തം അനുഗ്രഹവും ആരിലൂടെ കൈവരുമെന്നറിയാമോ? സന്തതിയായ ക്രിസ്തുവിലൂടെ, അബ്രഹാമിൻ്റെ സന്തതിയായ ക്രിസ്തുവിലൂടെ മാത്രമേ അത് കൈവരികയുള്ളൂ. 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, മറ്റൊരു വാഗ്ദത്തം, 15-5. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെയാകും, നിൻ്റെ സന്തതികൾ ഇങ്ങനെയാകും എന്ന് പറഞ്ഞാൽ എനിക്ക് രസമായിരുന്നു അല്ലേ? നമുക്ക് വായിക്കാൻ എളുപ്പമുണ്ടായിരുന്നു, മനസ്സിലാക്കാനും എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും പറഞ്ഞു നിൻ്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു. നോക്കിയാൽ ഇതൊക്കെ യഹൂദന്മാരോട് പറഞ്ഞതാണ്. പശ്ചാത്തല യഹൂദനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഒരു സംശയമില്ല. ഇത് നമ്മളോട് പറഞ്ഞതല്ല, ഈ വാഗ്ദത്തങ്ങളൊന്നും നമുക്കുള്ളതല്ല. ഈ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ വായിച്ച ഇത്രയും കാര്യങ്ങൾ യഹൂദനുള്ളതാണ്. എന്നിട്ട് ഇവിടെ പറയുന്നത് നോക്കിയേ, പിന്നെ എന്താണ്, നിൻ്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പെരുപ്പമുള്ളതാകും. ആദ്യം നമ്മൾ വായിച്ചത് കടൽക്കരയിലെ മണൽത്തരികളെ പോലെ എണ്ണുവാൻ പറ്റാതെ വണ്ണം ആ സമൂഹം വളരും. പക്ഷേ ഈ വാഗ്ദത്തം ആർക്ക് കൊടുത്തതാണെന്ന് ചോദിച്ചാൽ സന്തതിക്കാണ് കൊടുത്തത്, ക്രിസ്തുവിനാണ് കൊടുത്തത്. ക്രിസ്തുവിൽ കൂടാതെ യഹൂദനില്ല എന്നർത്ഥം. ഈ ക്രിസ്തുവിലൂടെയാണ് യഹൂദൻ എന്ന ജാതി തന്നെ ഈ ലോകത്ത് ഉത്ഭവിക്കാനായിട്ട് കാരണമുണ്ടായത്. അല്ലെങ്കിൽ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഒരു യഹൂദൻ എന്നൊരു ജാതിക്ക് തുടക്കം കുറിക്കാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചത് തന്നെ ഈ മനുഷ്യപുത്രനായി തീരാനിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ജനിക്കാനിരിക്കുന്ന ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ്, ക്രിസ്തുവിൻ്റെ നിശ്ചയപ്രകാരമാണ്. ആ ക്രിസ്തുവിനെ കൂടാതെ യഹൂദന് നിലനിൽപ്പേയില്ല. ഇത് യഹൂദന്മാർക്ക് അറിയില്ല. കഷ്ടമുണ്ട് ഇതൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക്. കാരണം എന്താ വെച്ചാൽ ആ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവൻ, കീഴെ നിന്നുള്ളവർ, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ. ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നൊക്കെ അവരോട് പറഞ്ഞു. കാരണം ഈ ക്രിസ്തുവിനെ അംഗീകരിക്കാതെ ഈ യഹൂദന് നിലനിൽപ്പില്ല എന്നുള്ളത് അവർക്കറിയില്ല. എന്നിട്ട് അവർ ഒരേ ശബ്ദത്തിൽ ഘോഷിക്കുകയാണ്, അവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ കൊന്നുകളക, അവനെ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ എങ്ങനെ ഈ ജനത ഗതി പിടിക്കാനാ? ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ജനത എങ്ങനെ ഗതി പിടിക്കും? ദൈവം അവരെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ സാത്താൻ കണ്ടമാനം എണ്ണങ്ങളെ കൊന്നൊടുക്കി. കാരണം അവരുടെ രക്ഷാനായകനാണിത്. അവരുടെ യഹൂദൻ്റെ മൂത്ത സഹോദരനാണിത്. ആ സഹോദരനെ കൂടാതെ യഹൂദനില്ല. ആ സഹോദരനെ വേണ്ട എന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളഞ്ഞപ്പോൾ ഈ ജനത അനുഭവിച്ചതുപോലെ ഇത്രമാത്രം യുദ്ധങ്ങൾ അനുഭവിച്ച ഒരു ജാതി ലോകത്തിലില്ല. അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, ഇസ്രായേൽ ജനത നേരിട്ടതുപോലെ യുദ്ധം നേരിട്ട ഒരു ജാതിയും ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു ജാതിയും ഉണ്ടായിട്ടില്ല. അത്രമാത്രം യുദ്ധം നേരിട്ടു. അത്രമാത്രം പേര് പിന്നെ യുദ്ധത്തിലും മറ്റുമായിട്ട് മരിച്ച് മണ്ണടിയപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ അവർ ക്രിസ്തുവിനെ നിരസിച്ചു. ഇതാ കാരണം. അവർ ക്രിസ്തുവിനെ കൂടാതെ യഹൂദനില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അവിടെ നമ്മൾ വായിച്ച കാര്യം അതാണ്. നിൻ്റെ സന്തതി അങ്ങനെ പെരുകും. 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 15-13 ചില വാഗ്ദത്തങ്ങളാണ്. അബ്രഹാമിനോടുത്ത വാഗ്ദത്തങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. എന്താ അവിടെ പറഞ്ഞത്? അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വാഗ്ദത്തങ്ങൾ അബ്രഹാമിനോടുത്ത വാഗ്ദത്ത പ്രകാരമാണ് നമ്മളിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും മണ്ടത്തരമല്ല പറയുന്നത്. ഈ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? സ്വന്തമല്ലാത്ത ദേശത്ത് അവർ പരദേശികളായിരിക്കും എന്ന് പറഞ്ഞത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ്. അവിടെയും സന്തതി എന്ന ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ക്രിസ്തുവിലാണ് യഹൂദനെ കാണുന്നത്. ക്രിസ്തുവിനെ കൂടാതെ ദൈവം യഹൂദനെ കാണുന്നില്ല. ക്രിസ്തു എന്ന ആ ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയിൽ കൂടി അല്ലാതെ ഈ ജനത്തിന് യാതൊരു മെച്ചവും വരാനില്ല, ഒരനുഗ്രഹവും വരാനില്ല. അപ്പം ഇവിടെ 400 വർഷം പിന്നെ പരദേശവാസികളായിരിക്കുമെന്നും ആ ജനത അവരെ പീഡിപ്പിക്കുമെന്നും പറഞ്ഞത് മിസ്രൈമിലെ അവരുടെ അടിമത്ത കാലഘട്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ വാഗ്ദത്തങ്ങൾ ആർക്കാണ് കൊടുത്തത്? അബ്രഹാമിലൂടെ വാഗ്ദത്തം കൊടുത്തത് നമുക്കാണോ? അല്ലല്ലോ, യഹൂദ ജനത്തിനല്ലേ. ക്രിസ്തുവിലൂടെ യഹൂദ ജനത്തിനല്ലേ വാഗ്ദത്തം കൊടുത്തത്, ഒരു സംശയമില്ലല്ലോ. ഇനി 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കാം. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ
കേനിയർ, കെനീസിയർ, കദ്മോനിയർ, ഹിത്യർ, പെരിസിയർ, രഫായിമ്യർ, അമ്മോനിയർ, കനാസിയർ, അങ്ങനെ കുറേ പേരുണ്ട്. പോട്ടെ. എന്താ പറഞ്ഞത്? നിൻ്റെ സന്തതിക്ക് ഞാൻ മിസ്രൈം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ അവകാശമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം അബ്രഹാമിനെന്നറിയാം. ആ ദേശവും ആ അതിരും ഒക്കെ എവിടെയാണ് പറയുന്നത്? അതൊക്കെ എവിടെയുള്ളതാ? ഫലസ്തീൻ നാട്ടിലെതിരാണ് അല്ലേ? അതായത് യഹൂദിന് വാഗ്ദത്തം ചെയ്തതാണ് മെഡിറ്ററേനിയൻ സമുദ്രം മുതൽ ഇങ്ങ് എന്താണ് ചെങ്കടൽ വരെയുള്ളായിരിക്കുന്ന ആ അതിര് അവർക്ക് വാഗ്ദത്തം ചെയ്തതാണ്. അത് അവർക്ക് കൊടുക്കുക. നിൻ്റെ സന്തതിക്ക് ഞാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ സന്തതി എന്ന ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. ഓക്കെ. 17-ാം അധ്യായം, ചില വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാൻ മുമ്പോട്ട് പോകാം. 17-ാം അധ്യായം 7-8. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എന്നേക്കും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതെങ്ങനെയാ ഈ നിനക്കും നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കുക? ക്രിസ്തു ആരാ? ദൈവമല്ലേ? അപ്പോൾ പിന്നെ എന്താ ഈ പറയുന്നത്? അതായത് നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ക്രിസ്റ്റോളജിയൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? ക്രിസ്തു നിത്യദൈവമാണ്. നിത്യപിതാവെന്ന് കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിത്യപിതാവെന്ന് പറഞ്ഞിട്ടുണ്ട്, നിത്യദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവത്വത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ പറയുന്നത് ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്ന ആ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കൊണ്ടാണ് ഇത് വായിക്കാൻ. അപ്പോൾ അങ്ങനെ വായിക്കാൻ, ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിക്ക് മധ്യേ എൻ്റെ നിയമത്തെ നിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശം ഒക്കെയും ശാശ്വതമായി തരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അവിടെ മാത്രമാണ് അവർക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവം പിന്നെ അബ്രഹാമിനോട് അരുളി ചെയ്ത്, നീയും നിൻ്റെ ശേഷം തലമുറയായി, താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കേണ്ട, തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പറയുന്നതായിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം തന്നെ യഹൂദിന് കൊടുത്ത വാഗ്ദത്തമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമാണ് ഇന്നത്തെ ക്രിസ്തു സഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നത്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമാണെന്ന് പറയുന്നത് ഒരിക്കലും യോഗ്യമല്ല. അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തങ്ങളൊന്നും നമുക്കുള്ളതല്ല, നമ്മളോട് പറഞ്ഞതല്ല. അപ്പോൾ ചോദിക്കും, അത് ഞാൻ തുടർന്ന് പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ചോദിക്കും, നിൻ്റെ സന്തതി മുഖാന്തരം, അതായത് ക്രിസ്തു മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അതിനിയും യഹൂദനെ സംബന്ധിച്ച് വരണം. നിൻ്റെ സന്തതി മുഖാന്തരം, യഹൂദന്മാർ മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കുന്ന കാലം വരുമെന്നുള്ളതാണ്. ഇവിടെ പല വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഒരുപാട് വാക്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം തന്നെ 22-ാം അധ്യായത്തിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 17 എന്താ വായിക്കുന്നത്? ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിൻ്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള ഈ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇതാണ് നമുക്ക് എല്ലാ വിശ്വാസികൾക്കും സംശയം വരുന്ന വാക്യം. ഇത് ഞാൻ തുടർന്ന് വേറൊരു വിഷയം, ഈ വിഷയത്തിൻ്റെ തുടർന്ന് വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നതായിരിക്കുന്ന ആ അനുഗ്രഹമല്ലേ നമ്മൾക്ക് ഇന്ന് രക്ഷയ്ക്ക് കാരണമായത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യമാണ്. എന്നാൽ അതല്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. ഒരൊറ്റ വാക്യം കൂടി വായിച്ച് ഞാൻ ഈ പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 26-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ളതായിരിക്കുന്ന വാക്യം. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗരാറിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിൻ്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും.
അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു, എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിൻ്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇവിടെയും ആ വാക്തത്വം നമുക്ക് പിന്നെയും പിന്നെയും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എവിടെയും ഈ കൃപായുഗത്തിലെ രക്ഷിത ഗണത്തെക്കുറിച്ചൊരു വാക്തത്വവും ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ജാതിക്ക് കൊടുത്ത് ഇത്രയും വാക്തത്വങ്ങളേ ഉള്ളൂ. ആകെ നിങ്ങൾ തപ്പി പരതി കഴിഞ്ഞാൽ അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന വാക്തത്വങ്ങൾ എത്രയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ആ വാക്യങ്ങളെല്ലാം ഞാൻ കൂട്ടി ചെയ്തിട്ടുണ്ട്. ഇത്രയും വാക്തത്വങ്ങളാണ് അബ്രഹാമിന് കൊടുത്തത്. ഇവിടെ എവിടെയും ഇന്നത്തെ രക്ഷിത ഗണമായിരിക്കുന്ന നമുക്കുള്ളായിരിക്കുന്ന ഒരു വാക്തത്വവും എവിടെയും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ വാക്തത്വങ്ങളെല്ലാം തന്നെ ക്രിസ്തു എന്ന സന്തതിയിലൂടെയാണ് ഇസ്രായേലിന് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഗലാത്യ ലേഖനം 3:19 നമുക്ക് വരാം. എന്നാൽ ന്യായപ്രമാണം എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ വാക്യത്തിൽ നിന്ന് വേറൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? വാക്തത്വം ലഭിച്ച സന്തതി വരുവോളം. അപ്പോൾ ഈ വാക്തത്വം ലഭിച്ച സന്തതി ആരായിരുന്നു? ക്രിസ്തു ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് പഴയ നിയമത്തിൽ വായിച്ച വാക്യങ്ങളുടെ പൊരുൾ മനസ്സിലായോ? നിൻ്റെ സന്തതി മുഖാന്തരം നിൻ്റെ സന്തതിക്ക് ഞാൻ കൊടുക്കും, നിൻ്റെ സന്തതി പിന്നെ ശത്രുക്കളുടെ രാജ്യം കൈവശമാക്കും, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കും എന്നെല്ലാം പറഞ്ഞപ്പം ആ സന്തതി ആരാന്ന് മനസ്സിലായോ? അത് തെളിയാൻ ഇവിടെ അത് വ്യക്തമാണ്. അതായത് ദൂതന്മാർ പിന്നെ വാക്തത്വം ലഭിച്ച സന്തതി വരുവോളം. അപ്പോൾ ആ കാലത്തെങ്ങും വാക്തത്വം ലഭിച്ച സന്തതി ഭൂമിയിൽ വന്നിട്ടില്ല. അത് വരുവോളം കൂട്ടിച്ചേർത്തത് മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്താ മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്? ന്യായപ്രമാണം. അതായത് ന്യായപ്രമാണം എന്തിനു കൊടുത്തു എന്നാണ്. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാക്തത്വം ലഭിച്ച സന്തതി വരുവോളം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്താണ്. ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? അറിയാമോ? അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതായത് ലംഘനങ്ങൾ നിമിത്തം ഇസ്രായേൽ ജനതയെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നയിക്കണമെങ്കിൽ അവരുടെ ലംഘനങ്ങളിൽ നിന്ന് അവരെ എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കണം, അവരെ കറക്റ്റ് ചെയ്യണം. ഈ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കുന്ന ചട്ടങ്ങളാണ്, നിയമങ്ങളാണ് ന്യായപ്രമാണം. എന്ന് വരത്തേക്ക് എന്നാണോ വാക്തത്വം ലഭിച്ച സന്തതി ഭൂമിയിലേക്ക് വരുന്നതോ അന്ന് വരത്തേക്ക് അവർക്ക് കൊടുത്തായിരിക്കുന്ന നിയമങ്ങളുടെ ഒരു ചട്ടക്കൂടാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഈ വാക്തത്വം ഇസഹാക്കിനും അല്ല ലഭിച്ചത്, യാക്കോബിനും അല്ല ലഭിച്ചത്, യാക്കോബിൻ്റെ 12 ഗോത്രപിതാക്കന്മാർക്കും അല്ല ലഭിച്ചത്, ഇവർക്ക് ആർക്കും അല്ല വാക്തത്വം ലഭിച്ചത്. വാക്തത്വം ലഭിച്ചത് ക്രിസ്തുവിനാണ്. യഥാർത്ഥത്തിൽ വാക്തത്വം ലഭിച്ചത് ക്രിസ്തുവിനാണ്. അബ്രഹാമിൻ്റെ സന്തതിക്കാണ് വാക്തത്വം, അബ്രഹാമിൻ്റെ സന്തതിക്കാണ് വാക്തത്വം ലഭിച്ചത്. ആ സന്തതി ക്രിസ്തുവാണ്. ആ ക്രിസ്തു വരുവോളം ഇസ്രായേൽ ജനത്തെ അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്, ഇടത്തോട്ട് തിരിയരുത്, വലത്തോട്ട് തിരിയരുത്, അങ്ങോട്ട് തിരിഞ്ഞാൽ തെറ്റ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ തെറ്റ്, നീ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചമർത്തി അതിനല്ലേ ബൈബിളിൽ പറയുന്ന ശിശുപാലകൻ എന്ന് പറയുന്നത്. ശിശുപാലകനാണ് ആ കുഞ്ഞിനെ ന്യായപ്രമാണം അഭ്യസിപ്പിക്കുന്നതും വളർത്തുന്നതും പിന്നെ ശരിയും തെറ്റും തിരിച്ചു കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ നേരായ വഴിക്ക് നടത്തുന്നത്. ഇതാണ് ശിശുപാലകൻ. അപ്പോൾ ഈ ന്യായപ്രമാണം എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ പൗലോസ് വ്യക്തമായി പറയുന്നു, ന്യായപ്രമാണം ശിശുപാലകനാണ്. അതെന്തിനാണ്? ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തുവോളം അവരെ സൂക്ഷിക്കാനായിട്ടുള്ളതായിരിക്കുന്ന നിയമങ്ങളുടെ ചട്ടക്കൂടാണ് ന്യായപ്രമാണം. എന്നിട്ട് ഇവിടെ നമ്മൾ വായിച്ചെടുത്ത് പറയാണ്, അത് വാക്തത്വം ലഭിച്ച സന്തതി വരുവോളം ഉള്ളതായിരിക്കുന്ന നിയമങ്ങളുടെ ചട്ടക്കൂടാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം പറയാം. അപ്പോൾ വാക്തത്വം ലഭിച്ച സന്തതി ആരാന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനാണ് വാക്തത്വം ലഭിച്ചത് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കറിയാമല്ലോ, ക്രിസ്തു ജനിച്ചത് തന്നെ വാക്തത്വങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിതാക്കന്മാർക്ക് ലഭിച്ച വാക്തത്വങ്ങളെ ഉറപ്പിക്കേണ്ടതിനാണ് ക്രിസ്തു ജനിച്ചത്. ക്രിസ്തു ജനിച്ചത് എവിടെയാണ് ജനിച്ചത്? ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് ജനിച്ചത്, അല്ലേ? റോമാലേഖനം 15 അധ്യായത്തിൻ്റെ 8-9 വാക്യം. പിതാക്കന്മാർക്ക് ലഭിച്ച വാക്തത്വങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണാനിമിത്തം മഹത്വീകരിക്കണം എന്നും ഞാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിതാക്കന്മാർക്ക് ലഭിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ അബ്രഹാമിന് ലഭിച്ചായിരിക്കുന്ന വാക്തത്വങ്ങൾ പൂർത്തീകരിക്കാനാണ്. എത്ര വാക്തത്വങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അബ്രഹാമിലൂടെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പൂർത്തീകരിക്കുന്നത് ക്രിസ്തുവിലാണ്.
കാരണം വാഗ്ദത്തം യഥാർത്ഥമായി പ്രാപിച്ച വ്യക്തി ക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവനായിട്ടാണ്. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടാൻ വേണ്ടിയിട്ട് ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ് ജനിച്ചത് എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യഹൂദന്മാരുടെ രാജാവായിട്ടല്ല കർത്താവ് പറഞ്ഞത്, അല്ലേ? നമ്മുടെ ആരുടെയും രാജാവായിട്ടല്ല, യഹൂദന്മാരുടെ രാജാവായി. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ഉത്തരവ് എന്താ? ഞാനാകുന്നു, അല്ലേ? ഞാനാകുന്നു. പിലാത്തോസ് ചോദിച്ചപ്പോഴുള്ള മറുപടി അതല്ലേ, അല്ലാതെ ലോകത്തിൻ്റെ രാജാവെന്നല്ല. അതൊക്കെ ഇന്ന് നമ്മളങ്ങ് വരുത്തി തീർത്തതാണ് ലോകത്തിൻ്റെ രാജാവെന്ന്. അങ്ങനെയൊന്നല്ല, യഹൂദന്മാരുടെ രാജാവായിട്ടാണ് ജനിച്ചത്. അപ്പോൾ നമ്മളിവിടെ വായിച്ചത് വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചു. ഈ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകണമെങ്കിൽ, അബ്രഹാമിനടുത്ത വാഗ്ദത്തം നിവൃത്തിയാണെങ്കിൽ ക്രിസ്തു അവരുടെ ഇടയിലേക്ക് മനുഷ്യനായി ജനിച്ചെങ്കിൽ മാത്രമേ നിനക്കും നിൻ്റെ സന്തതിക്കും എന്നുള്ളതായിരിക്കുന്ന ആ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് സകല യഹൂദന്മാരെയും കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, സകല യഹൂദന്മാരെയും കർത്താവ് കാണുന്നത് സ്വന്തം സഹോദരനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ പുത്രനായി ജനിക്കപ്പെട്ടവനാണ്, അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ലോകത്തിലേക്ക് വന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതുകൊണ്ട് തന്നെ, മൂത്ത പുത്രനായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം കർത്താവ് കാണുന്നത് സഹോദരന്മാരായിട്ടാണ്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ കർത്താവ് യഹൂദന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ ഉള്ളായിരിക്കുന്ന ചില വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിൻ്റെ നാമത്തെ നിൻ്റെ സഹോദരന്മാരുടെ കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് 17 വരെയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടിവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല. നോക്കിക്കേ, ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല കർത്താവ് വന്നത്, പിന്നെയോ അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനാണ് നമ്മുടെ കർത്താവ് വന്നത്. അബ്രഹാമിൻ്റെ സന്തതിയെ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കത് വ്യക്തമാകില്ലേ. കർത്താവായി യേശുക്രിസ്തു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? സകല ജാതികളെയും രക്ഷിക്കാനല്ല, അതൊക്കെ പിന്നെ വരുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന് പോലും അറിഞ്ഞുകൂടാത്തത്. എല്ലാവരും വിചാരിച്ചത് സകല ജാതികളെയും രക്ഷിക്കാനാണെന്ന്. എന്നാൽ കർത്താവിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാനാണ് വന്നതെന്നാണ്. അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കൂട്ടുപുത്രന്മാരാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. അവരെ രക്ഷിക്കാനും അവരെ സംരക്ഷണം ചെയ്യുവാനുമായിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല. ഇനി ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർഡറിലൊന്ന് ചിന്തിച്ച് വയ്ക്കേ. അതായത് വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിന് കൊടുത്തപ്പോൾ ആ അബ്രഹാമിന് മാത്രമല്ല, അബ്രഹാമിൻ്റെ സന്തതിക്കും കൂടിയാണ് കൊടുത്തത്. ഈ സന്തതി എന്ന് പറയുന്നത് ഇസഹാക്കല്ല, അല്ലെങ്കിൽ ഇസഹാക്കിനെ തുടർന്നുണ്ടായിരുന്ന മക്കളല്ല, അത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനും അബ്രഹാമിനുമാണ് വാഗ്ദത്തങ്ങൾ കൊടുത്തത്. ഈ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്തത്. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം എന്ന് നമ്മളിപ്പോൾ വായിച്ചില്ലേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയുന്നത് അത് അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് തൻ്റെ സഹോദരന്മാരെ സംരക്ഷണം ചെയ്യാനാണ്. തൻ്റെ സഹോദരന്മാരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചതും വന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ കാര്യം കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശവും എല്ലാം ഇത് തന്നെയാണ്.
അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുക, വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുക. ആ വാഗ്ദത്തങ്ങളുടെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് വീണ്ടെടുത്ത് കൊടുക്കുക. വാഗ്ദത്തങ്ങളിലൂടെ ഇസ്രായേൽ ജനത്തിന് വീണ്ടെടുപ്പ് നൽകുക എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാനായിട്ട് കർത്താവ് വന്നത്. എന്നാൽ അവിടെ എവിടെയും, ആ വാഗ്ദത്തങ്ങളിൽ എവിടെയും തന്നെ ജാതികളായിരിക്കുന്ന നമ്മുടെ രക്ഷയെക്കുറിച്ച് എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിന്റെ സന്തതി എന്ന് പറയുന്നതായിരിക്കുന്നവൻ യേശു ക്രിസ്തു അല്ലേ? ആ യേശു ക്രിസ്തുവിലൂടെ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ രക്ഷ പ്രാപിച്ചത്? ഓക്കെ, അങ്ങനെ തന്നെയാണ്. ആ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ രക്ഷ പ്രാപിച്ചത്. ഞാനത് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. യേശു ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ആർക്കും രക്ഷയില്ല. അത് അബ്രഹാമിൻ്റെ സന്തതിയായിരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയല്ലേ നമ്മൾ രക്ഷ പ്രാപിച്ചത്. സത്യമാണ്. പക്ഷേ ഇത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമാണോ നമ്മുടെ രക്ഷ എന്ന് ചോദിച്ചാൽ അല്ല. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം അല്ല നമ്മുടെ രക്ഷ. കാരണം എന്താണെന്ന് വെച്ചാൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അബ്രഹാമിൻ്റെ സന്തതിക്കുള്ളതാണ്. അതായത് ക്രിസ്തുവിനും യഹൂദന്മാർക്കുള്ളതാണ്. അത് ഇനിയും നിവൃത്തിയാകാനിരിക്കുന്നതേ ഉള്ളൂ. അതായത് അബ്രഹാമിലൂടെ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന ആ ദൈവീക വാഗ്ദത്തം യഹൂദന്മാരിലൂടെ ലോകത്തിലെ സകല നാനാജാതികളും രക്ഷപ്പെട്ട് നീതീകരിക്കപ്പെടണം എന്നുള്ളതാണ്. അതിന് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്ത് ആ വാഗ്ദത്തം നിവൃത്തിയാകും. എന്നാൽ ഈ കാലത്തെ നമ്മുടെ രക്ഷ ക്രിസ്തുവിനെ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് സത്യമാണ്. അത് അബ്രഹാമിനടുത്ത വാഗ്ദത്ത പ്രകാരമുള്ളതായിരിക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കലല്ല നമ്മൾ വിശ്വസിച്ചത്. നമ്മൾ വിശ്വസിച്ചത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന, അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന ആ മഹാരഹസ്യത്തിൻ്റെ പദ്ധതി ദൈവം തുറന്നപ്പോൾ അതിലൂടെ ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭം ഉണ്ടാക്കി അതിലൂടെ രക്ഷപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അബ്രഹാമിൻ്റെ വാഗ്ദത്തവും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളൊന്നും തന്നെ നമ്മളെ സംബന്ധിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ അല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ കാര്യം പഠിക്കാൻ.